നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്യുന്ന എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളുടെ സക്സസ്സിനെ ഭയങ്കരമായിട്ട് ഡെസ്ട്രോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അതൊരിക്കലും പ്രോക്കാസ്റ്റിനേഷനോ അതൊരിക്കലും സോഷ്യൽ മീഡിയ പ്രസൻസോ അല്ല. അതിനേക്കാളും വേഴ്സ് ആയിട്ടുള്ള ഒരു കാര്യം, അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങളുടെ ഡെയിലി റൂട്ടീനിൽ നല്ല രീതിയിലുള്ളൊരു മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ് മീ ആസ്ക് യു വൺ തിങ്. നിങ്ങൾ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്, പക്ഷെ നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ ഇപ്പോഴും സ്റ്റക്കാണ്. ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി, പക്ഷെ നിങ്ങൾ ആ ഒരു കോൺസ്റ്റന്റ് ലൂപ്പിനകത്ത് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. സൗണ്ട് ഫെമിലിയർ, റൈറ്റ്? അതിനൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന ഒരൊറ്റ കാര്യമാണ്. ആ കാര്യത്തെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് നിങ്ങളുടെ കംഫോർട്ടാണ്. യെസ്, നിങ്ങളുടെ കംഫോർട്ട് കിൽസ് ഗ്രോത്ത്. അതായത് നിങ്ങൾ എത്രത്തോളം കംഫർട്ടായിട്ടാണ് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നത്, അതായത് നിങ്ങൾ ഡെയിലി ലൈഫിൽ എടുക്കുന്ന ചെറിയ ചെറിയ ചോയ്സുകൾ, അത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര ഫീൽ ഗുഡായിട്ട് തോന്നും. പക്ഷേ ലോങ് ടൈമിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ എവിടെയാണോ സ്റ്റക്കായത്, നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ ആയിരിക്കും നിങ്ങൾ ബ്രോക്കായിട്ട് അല്ലെങ്കിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ഒരു കംഫർട്ട് ലെവലാണ്. അപ്പോൾ ഈ ഒരു കംഫർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കംഫർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ചെറിയ ചെറിയ ചോയ്സുകൾ നിങ്ങൾ എടുക്കുന്നത്, അത് നിങ്ങൾ ബ്രേക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം ലോകത്തുള്ള നിങ്ങൾ തന്നെ ആസ്പയർ ചെയ്യുന്ന ഒരുപാട് മെന്റേഴ്സ് ഉണ്ടാവും. ആ മെന്റേഴ്സിനൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ അവരുടെ ലൈഫ് ഭയങ്കര ഹാർഡായിട്ട് എടുത്തിട്ട്, ഹാർഡ് ചോയ്സ് എടുത്തിട്ടാണ് അവരിന്ന് വളരെ സേഫായിട്ട് വളരെ കംഫർട്ട് ലെവലിൽ ജീവിക്കുന്നത്. അപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ലൈഫ് ഭയങ്കര കംഫർട്ട് ലെവൽ ത്രൂ ആണ് നമ്മൾ കൊണ്ടുപോകുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോങ് റണ്ണിൽ നമുക്ക് ഒരു ഗ്രോത്തും ഉണ്ടാവില്ല. നമ്മൾ എവിടെയാണോ സ്റ്റക്ക് അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കും. ഇപ്പോൾ നിങ്ങളുടെ 9 to 5 വർക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ വരുന്ന ഒരു സമയത്ത് നിങ്ങൾ നെറ്റ്ഫ്ലിക്സ് കണ്ടിട്ട് ചില്ലായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് വെരി കംഫർട്ടബിൾ. അപ്പോൾ ആ ഒരു കംഫർട്ട് ലെവലിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വർക്ക് നിങ്ങൾക്ക് പ്രോപ്പർ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങളുടെ ഗോളിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ആ ഒരു കംഫർട്ട് ലെവലിനകത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കംഫർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നിങ്ങളുടെ ഒരു കംഫർട്ട് ലെവലിൽ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു 3 സ്റ്റെപ്പ് ഫോർമുലയുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ, അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിൽ ദ എക്സ്ക്യൂസസ്. അതായത് നിങ്ങളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുക. അതായത് പെട്ടെന്ന് ഒരു ആക്ഷൻ എടുത്തിട്ട് നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രൊജക്റ്റ്, അതല്ല നിങ്ങൾ ഇപ്പോൾ നാളെ വർക്കൗട്ട് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്, ആ നാളെ എന്നുള്ളത് മാറ്റിയിട്ട് അതിനുള്ള ഒരു ആക്ഷൻ ഇന്ന് എടുക്കുന്നതിനാണ് നമ്മൾ അതിൻ്റെ കംഫർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സൈലന്റ് കില്ലറാണ് ഈ ഒരു കംഫർട്ട് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു എക്സ്ക്യൂസുകൾ മാറ്റിവെച്ചിട്ട് നാളത്തേക്ക് മാറ്റിവെച്ചിട്ട്, നാളെ എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ പോയ്സൺ. അത് സ്ലോലി നിങ്ങളുടെ ഗോളിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീമിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഒരു തീരുമാനം എടുത്ത് എന്നാണോ അന്ന് തന്നെ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിസ്റപ്റ്റ് യുവർ റൂട്ടീൻ. അതായത് നിങ്ങളുടെ ഡെയിലി റൂട്ടീനിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ ചേഞ്ച് നിങ്ങൾ ഡെയിലി കൊണ്ടുവരിക. അത് ചിലപ്പോൾ നിങ്ങൾ രാവിലെ നേരത്തെ എണീക്കുന്നതാവാം, അതല്ല നിങ്ങൾ ഇതേപോലെ ഒരു റണ്ണിന് പോകുന്നതാവാം, അതല്ല നിങ്ങളൊരു കോൾഡ് ഷവറായിരിക്കാം, അതല്ല നല്ലൊരു ബുക്ക് വായിക്കുന്നതാവാം, വാട്ട് എവർ. നിങ്ങളുടെ ലൈഫിൽ ഡെയിലി ഒരു റൂട്ടീന് നിങ്ങൾ പുതുതായിട്ട് കൊണ്ടുവരിക. ആ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ പുതിയ റൂട്ടീന് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ലൈഫ് ഒരുപാട് മെച്ചപ്പെടും. നിങ്ങളുടെ ആ കംഫർട്ട് ലെവൽ നിങ്ങൾ ബ്രേക്ക് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ രാവിലെ എണീറ്റിട്ട് ചിലപ്പോൾ നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ആ ഒരു കംഫർട്ട് ലെവൽ നോക്കാതെ നിങ്ങൾ ആ ഒരു കോൾഡ് ഷവർ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ നിങ്ങളുടെ കംഫർട്ട് ലെവൽ നിങ്ങൾ ബ്രേക്ക് ചെയ്യാണ്. അതേപോലെ തന്നെ നിങ്ങൾ രാവിലെ എണീക്കാൻ മടിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ രാവിലെ നേരത്തെ എണീക്കുന്നത് മുതൽ നിങ്ങളുടെ ആ ഒരു കംഫർട്ട് ലെവൽ നിങ്ങൾ ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഡെയിലി റൂട്ടീനിൽ ഓരോ ചേഞ്ചസ് നിങ്ങൾ എല്ലാ ദിവസവും കൊണ്ടുവന്നിട്ട് ആ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡു ദ ഹാർഡ് തിങ്സ് ഡെയിലി. എല്ലാ ദിവസവും നിങ്ങൾ ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരിക്കലും ഒരു കംഫർട്ട് ലെവലായിട്ട് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ആ ഒരു മൂമെന്റിൽ നിങ്ങൾക്ക് ഫീൽ ഗുഡായിട്ട് തോന്നുന്ന കാര്യങ്ങളല്ലാതെ നിങ്ങൾക്ക് ഏറ്റവും ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറും, നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ് ഓഫ് തിങ്കിങ് മാറും, നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഇന്റേണൽ സ്ട്രെങ്ത് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഒരു ഇന്റേണൽ മസിൽ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് ത്രൂ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഹാർഡ് തിങ് ത്രൂ നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് ആ ഒരു അൺകംഫർട്ടബിൾ ലെവലിലേക്ക് നിങ്ങൾക്ക് മാറാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ മാറുമ്പോൾ ആ ഒരു കംഫർട്ട് ലെവലിൽ നിന്ന് അൺകംഫർട്ടബിളിലേക്ക് മാറുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ നല്ല രീതിയിലുള്ള ഒരു സക്സസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ. ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ കംഫർട്ട് ലെവൽ എന്ന് പറയുന്നത് ഒരു പോയിസൺ ആണ്. അത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ അടുത്തുനിന്ന് സ്ലോലി നിങ്ങളുടെ ഗോളിനെ, നിങ്ങളുടെ ഡ്രീമിനെ, നിങ്ങളുടെ പല സ്വപ്നങ്ങളെയും അത് ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു കംഫർട്ട് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കംഫർട്ട് ലെവൽ നിങ്ങൾ ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. ഇപ്പൊ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സക്സസ്ഫുൾ പീപ്പിൾ ആയിട്ടുള്ള മാർക്ക് സക്കർബർഗ്, അതേപോലെ തന്നെ ജെഫ് ബസോസ്, എലൻ മാസ്ക്, ഇവരെല്ലാം ഇവരുടെ അൺകംഫർട്ടബിൾ ലെവലിൽ നിന്നിട്ടാണ് അവരുടെ സക്സസ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അവരിപ്പോൾ ഒരു കംഫർട്ടബിൾ ഒരു ലിവിങ്ങിലായിരുന്നു, അല്ലെങ്കിൽ അവരൊരു ഭയങ്കര കംഫർട്ട് ആയിട്ടായിരുന്നു അവരുടെ ഒരു ചോയ്സ് അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങൾ എടുത്തിരുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും ഇന്ന് ആ ഒരു $1 ബില്യൺ ഒരു ബിസിനസ്സോ കാര്യങ്ങളോ അവർ ബിൽഡ് ചെയ്യില്ല. അവരുടെ സക്സസ് അവർക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ലോകത്തിലുള്ള എത്ര സക്സസ് ആയിട്ടുള്ള ആളുകളെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവരെല്ലാവരും ഈ ഒരു അൺകംഫർട്ടബിൾ ലെവൽ ത്രൂ ആയിരിക്കും അവരുടെ സക്സസ് ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചിട്ട് പഠിക്കണം, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു വർക്കൗട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണം, ഇങ്ങനെ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ഇതെല്ലാം ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മെന്റലി പ്രിപ്പയർ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളൊരു ഹാർഡ് ഡിസിഷൻ എടുത്തിട്ട് നിങ്ങളൊരു ഹാർഡ് ലൈഫ് നിങ്ങൾ ലീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് ലോങ് ടൈമിൽ നല്ല രീതിയിലുള്ള അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ്, അതിൻ്റെ ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ലുക്ക്, ലൈഫ് ഈസ് നോട്ട് വെയിറ്റിംഗ് ഫോർ യു. നിങ്ങളുടെ കംഫർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ കംഫർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് അൺകംഫർട്ടബിൾ രീതിയിൽ ഹാർഡ് തിങ് ചെയ്തിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വേറെ പലരും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരുപാട് പിറകിലാവും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ കംഫർട്ട് ലെവൽ നിങ്ങൾ ബ്രേക്ക് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള ഒരു സക്സസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിൻ്റെ ഒരു ചോയ്സ് നിങ്ങളടുത്താണ്. നിങ്ങൾക്ക് 2 ചോയ്സ് ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടായിട്ട് ആ ഒരു രീതിയിലുള്ള ലൈഫുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. പക്ഷെ ഫ്യൂച്ചറിൽ നിങ്ങൾ ഈ ഒരു സെയിം പ്ലേസ് തന്നെ ആയിരിക്കും. അതായത് നിങ്ങൾ സ്റ്റക്ക് ആയിരിക്കും, നിങ്ങൾ ബ്രോക്ക് ആയിരിക്കും, നിങ്ങളുടെ ഗോളോ കാര്യങ്ങളോ ഒന്നും അച്ചീവ് ചെയ്യാതെ നിങ്ങൾ ആ രീതിയിലായിരിക്കും നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രണ്ടാമത്തെ ചോയ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ കംഫർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യുക, എന്നിട്ട് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും ലോങ് റണ്ണിൽ നിങ്ങളുടെ പല സ്വപ്നങ്ങളും നിങ്ങൾ അക്കംപ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ലൈഫ് ഇതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മുന്നോട്ട് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.